രൗദ്രതാണ്ഡവം. രചനാവതരണം നന്ദു അച്ചു കൃഷ്ണ. കോളിംഗ് ബെൽ അടിക്കുന്ന സൗണ്ട് കേട്ടതും വംശി എഴുന്നേറ്റ് പോയി ഡോറ് തുറന്നു. സ്വിഗ്ഗി ബോയ് കൊടുത്ത പാഴ്സൽ വാങ്ങി അവൻ അകത്തേക്ക് നടന്ന് നേരെ അവൾക്ക് മുന്നിലേക്കാണ് പോയിരുന്നത്. പാക്കറ്റ് തുറന്ന് അതിൽ നിന്നുള്ള സാധനങ്ങൾ പുറത്തേക്കെടുത്തു വെച്ച് അവൾക്ക് മുന്നിലേക്ക് നീക്കിയവൻ മാറി നിന്നു. ഇത് തീർക്കാതെ നീ ഇവിടെ നിന്ന് എഴുന്നേറ്റാൽ, അവളെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞ് വംശി കസേര കുറച്ചും കൂടി അവൾക്ക് നേരെയാക്കി കാലിന്മേൽ കാല് കയറ്റിയിരുന്നു. അല്പം മുന്നേ തോന്നിയൊരു ധൈര്യത്തിൽ എന്തൊക്കെയോ കയറി പറഞ്ഞു എന്നല്ലാതെ അവൻ അടുത്തിരിക്കുമ്പോൾ പിന്നെയും തർക്കിക്കാനോ ബഹളം ഉണ്ടാക്കാനോ ഒന്നും അവൾക്ക് കഴിയുമായിരുന്നില്ല. ഒപ്പം ശരീരത്തിന്റെ ക്ഷീണവും വിശപ്പിനോടുള്ള ആർത്തിയും. പണ്ടൊക്കെ വാശി പിടിക്കുമ്പോൾ എത്ര ദിവസം വേണമെങ്കിലും പട്ടിണി ഇരുന്നിട്ടുണ്ട്. പക്ഷെ ഇന്നിപ്പോ വയ്യ. ഒരുപക്ഷെ ആഗ്രഹിക്കാതെ ആണെങ്കിലും വയറ്റിലുള്ളൊരാൾ ഉള്ളത് കൊണ്ടാകും അങ്ങനെയൊന്നും തന്നെ ഇന്നിപ്പോൾ വയ്യ. അതുകൊണ്ട് തന്നെ മുന്നിരിക്കുന്ന അലൂമിനിയം ഫോയിൽ മെല്ലെ അവൾ തുറന്നു. ദോശയാണ്, ഒപ്പം മുളക് ചട്നിയും. അത് കണ്ടതും ഗൂഢമായൊരു സന്തോഷം വംശിയുടെ ചുണ്ടിനറ്റത്ത് വന്ന് നിന്നു. ദോശ അവൾക്ക് ഇഷ്ടമല്ല. ഗതികേണ്ട് കഴിച്ചാൽ പോലും മുളക് ചട്നിയാണെങ്കിൽ അവൾ പട്ടിണിയിരിക്കുന്നതല്ലാതെ കഴിക്കില്ല. ഇന്നും അവൾ കഴിക്കാതിരിക്കുന്നതും താൻ നിർബന്ധിച്ച് അവളെ കഴിപ്പിക്കുന്നതുമൊക്കെ സ്വപ്നം കണ്ടിരുന്നവന്റെ ബോധത്തെ മൊത്തത്തിൽ ഞെട്ടിച്ചുകൊണ്ട് ആ ദോശയും അതിന്റെ കൂടെയുള്ള എരിവുള്ള ചട്നിയും കൂട്ടി അവൾ വേഗം വേഗം കഴിക്കാൻ തുടങ്ങി. താൻ കാണുന്നത് സ്വപ്നമാണോ സത്യമാണോ എന്നുള്ള അമ്പരപ്പിൽ വംശി പിന്നെയും അവളെ നോക്കി. പെണ്ണ് കഴിക്കുക തന്നെയാണ്. ഇഷ്ടമില്ലാത്ത സാധനം ഇത്രയും ആർത്തി പിടിച്ച് കഴിക്കാൻ വിശപ്പാകുമോ കാരണം? അതോ പോയ 2 വർഷം അവളെ ഇത്രത്തോളം മാറ്റിയോ എന്നൊരു ചിന്ത വന്നതും വംശി പല്ല് കടിച്ചു. ഇതേ സമയം ഇഷ്ടമില്ലാത്ത ആഗ്രഹമാണെങ്കിലും അതിന്റെ ആ ഒരു മണമടിച്ചപ്പോൾ ഉള്ളിലുണ്ടായ ആഗ്രഹത്തിൽ മുന്നിരിക്കുന്ന ആളെ പോലും നോക്കാതെയാണ് അവൾ വേഗത്തിൽ കഴിച്ചത്. അതിൽ 4-5 ദോശയുണ്ടായിരുന്നു തോന്നുന്നു. ഏട്ടനും കൂടി ഉണ്ടായിരുന്നോ എന്തോ. വിശപ്പിന്റെ കൂടുതൽ കൊണ്ട് മുഴുവനും കഴിച്ച് ചട്നിയുടെ അവസാന തുള്ളിയും കൈവച്ച് വടിച്ചു കഴിഞ്ഞപ്പോഴാണ് അവൾ പിന്നെ മുഖം ഉയർത്തിയത്. അതേസമയം ഓർഡർ ചെയ്ത 5 ദോശയും അവൾ കഴിക്കുന്ന കണ്ട അമ്പരപ്പിലായിരുന്നു വംശി. ഒക്കെ കഴിഞ്ഞവൾ തല ഉയർത്തി നോക്കുന്ന കണ്ട് ദേഷ്യത്തോടെ ചെയറ് പിന്നിലേക്ക് തട്ടി അവൻ മുറിയിലേക്ക് കാറ്റിലും വേഗത്തിൽ പോയി. എന്തെങ്കിലും തന്നെ വേദനിപ്പിക്കാൻ പറയും എന്ന് പ്രതീക്ഷിച്ചു നോക്കിയ നോട്ടത്തിൽ അവന്റെ ആ പെരുമാറ്റം അവളെ ഒന്ന് ഞെട്ടിച്ചു. നേരം കഴിഞ്ഞ് ഇത്രയും ഒരുമിച്ച് കഴിച്ചതിന്റെയാകും അവൾക്ക് പെട്ടെന്നൊരു ക്ഷീണം തോന്നി. ഒപ്പം ഛർദ്ദിക്കാനായിട്ടുള്ള തോന്നലും. ഇപ്പോൾ കഴുകിയാൽ ഛർദ്ദിക്കും എന്നുറപ്പുള്ളതുകൊണ്ട് കൈ മാത്രം കഴുകി ചുണ്ടൊന്ന് തുടച്ചവൾ വേഗം മുറിയിലേക്ക് പോയി കിടന്നു. ഇത്തവണ നിലത്തേക്ക് കിടക്കാതെ നേരെ കട്ടിലേക്ക് കയറി കിടന്നു. വയററിയാതെ കഴിച്ചതിന്റെയാവും പെണ്ണ് കിടന്നതേ ഉറങ്ങിപ്പോയി. അതേസമയം അവളെ വഴക്ക് പറയാൻ പറ്റാത്തതിന്റെയും തർക്കുത്തരം എന്തെങ്കിലും പറയുമ്പോൾ ദേഷ്യപ്പെടാൻ പറ്റാത്തതിന്റെയും ഒക്കെ ഭ്രാന്തിലായിരുന്നു വംശി. വന്ന് ഈ നേരമായിട്ടും അവൾ തന്റെ മുഖത്തു പോലും നോക്കിയിട്ടില്ല. എന്തെങ്കിലുമൊക്കെ താൻ ദേഷ്യത്തിൽ ചോദിക്കുമ്പോഴോ പറയുമ്പോഴോ ആണ് അവൾ തന്റെ മുഖത്തേക്കെങ്കിലും ഒന്ന് നോക്കുന്നത്. ആദ്യമൊക്കെ ദേഷ്യം പിടിച്ചവളോട് മിണ്ടാതിരിക്കുമ്പോൾ തന്നോട് എന്തെങ്കിലും അവളൊന്ന് ചോദിക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷെ നേരം പോകുന്തോറും മനസ്സിലായി താൻ മിണ്ടാതിരുന്നാൽ അവൾ തന്റെ കാൽ കീഴിൽ കിടക്കും എന്നല്ലാതെ ഒരു വാക്കുപോലും തന്നോട് മിണ്ടില്ല എന്ന്. ഓരോ കാര്യങ്ങൾ അങ്ങനെ ആലോചിക്കും തോറും അവന് തന്നെ നിയന്ത്രിക്കാൻ പറ്റാതെ ദേഷ്യം തീർക്കാൻ എന്ന പോലെ അവന്റെ മുഷ്ടി പലവട്ടം ഭിത്തിയിൽ ഇടിച്ചു കറങ്ങി. ഇനിയിപ്പം എവിടെ പോയി തിരക്കും സർ? അവൾ ഇനി വല്ല കടുങ്കയും ചെയ്തു കാണുമെന്ന എന്റെ ഭയം. തലയ്ക്ക് കൈയും താങ്ങി കുനിഞ്ഞിരുന്നവൾ കണ്ണുനീരോടെ ചോദിക്കുമ്പോൾ കൃത്യമായ മറുപടി പറയാൻ ഇല്ലാതെ ഹരി ഉത്തരയെ നോക്കി. ഏത് കഷ്ടകാലം പിടിച്ച നേരത്താണോ എനിക്ക് അവളെ ഒറ്റയ്ക്ക് വിടാൻ തോന്നിയത്? സിദ്ധിയും ഉത്തരയും കൂടി ഒരുമിച്ചാണ് PGയിൽ നിന്ന് ഇറങ്ങിയതെങ്കിലും അത്യാവശ്യം കമ്പനിയിൽ വന്നൊരു ഫയൽ കൊടുക്കേണ്ടതിന്റെ ആവശ്യത്തിൽ സിദ്ധിയുടെ നേരെ എയർപോർട്ടിലെത്താൻ പറഞ്ഞുകൊണ്ട് ഉത്തര ഓഫീസിലേക്ക് വന്നതായിരുന്നു. അവിടുന്ന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എയർപോർട്ടിൽ ചെന്നിട്ടും സിദ്ധിയെ കാണാതെ വന്നതോടെയാണ് അവൾ പിന്നെ ഹരിയെ വിളിക്കുന്നത്. ആ നേരം മുതൽ അവർ രണ്ടുപേരും സിദ്ധിയെ തിരക്കി ഇറങ്ങിയതാണ്. അവസാനം അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന് തോന്നി രാത്രി പോലീസിൽ കംപ്ലൈന്റും കൊടുത്തു. ഇതുവരെ അവരിൽ നിന്നും പ്രത്യേകിച്ച് കാര്യമായ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. പക്ഷെ എത്രയും പെട്ടെന്ന് ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിലാണവർ. പക്ഷെ ഓരോ നിമിഷം കഴിയുന്തോറും ഉത്തരയുടെ ഭയം കൂടിക്കൂടി വരികയായിരുന്നു. കാരണം ഓരോ നിമിഷവും മരണത്തെപ്പറ്റി ചിന്തിച്ചു മാത്രമാണ് സിദ്ധി ഇപ്പോൾ നടക്കുന്നതെന്ന് മറ്റാരേക്കാളും നന്നായി ഉത്തരയ്ക്കറിയാം. ഒരുപക്ഷെ എന്തെങ്കിലും പൊട്ടബുദ്ധിക്ക്. അങ്ങനെയുള്ള ചിന്തകൾ മനസ്സിലേക്ക് വരുമ്പോഴേക്കും ഉത്തര പിന്നെയും ഭയങ്കരമായി ഭയപ്പെടാൻ തുടങ്ങി. ആ നേരത്താണ് ഹരിയുടെ മൊബൈൽ റിങ് ചെയ്യുന്നത്. അവൻ പെട്ടെന്ന് എടുത്തു നോക്കി. പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. ഉത്തരയോട് പറയുന്നതിനൊപ്പം തന്നെ അവൻ ഫോൺ അറ്റൻഡ് ചെയ്തു. നിങ്ങൾ എന്ത് സർ, ആളെ കളിയാക്കുകയാണോ?
ഇന്നലെ രാത്രി മുതൽ ഈ നിമിഷം വരെ ഈ പെങ്കൊച്ചിനെ കണ്ടുപിടിക്കാത്തതിന്റെ പേരിൽ കുറച്ചൊന്നും പ്രശ്നമില്ല നിങ്ങൾ മുകളിൽ നിന്ന് ഞങ്ങളുടെ തലയിൽ വെച്ച് തന്നിട്ട്. എന്നിട്ടിപ്പോ അവളെ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞപ്പോൾ കേസാക്കണ്ടെന്നോ? കേരള പോലീസ് എന്താ നിങ്ങളുടെ കളിപ്പള്ളിയാണെന്നാണോ സാറിന്റെയൊക്കെ വിചാരം? SI റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ തന്റെ ദേഷ്യം തീരുവരെ ശബ്ദമുണ്ടാക്കിയിട്ട് പോലും മിണ്ടാതെ കുനിഞ്ഞിരുന്നല്ലാതെ ഹരി മറുപടി പറഞ്ഞില്ല. സർ, കേസ് ഓൾറെഡി രജിസ്റ്റർ ചെയ്തതാണ്. ഞങ്ങൾക്ക് അതിന്റെ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്തേ പറ്റുള്ളൂ. സി മിസ്റ്റർ, ഹരി അയാളുടെ നെഞ്ചിലെ നെയിം പ്ലേറ്റിലേക്ക് നോക്കി. മിസ്റ്റർ സാജൻ, എനിക്കറിയാം ഞാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന്. ഈ പെൺകുട്ടിയെ ഇപ്പോൾ കണ്ടുപിടിച്ചു തന്നതിനും ഒരുപാട് നന്ദിയുണ്ട്. പക്ഷെ ഇനി മുന്നോട്ട് നിങ്ങളുടെ സഹായം എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ലെന്ന് സർ? ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ അറിയാം ആ പെണ്ണിനെ ബലമായി എടുത്തുകൊണ്ട് പോവുകയാണെന്ന്. വംശി സിദ്ധിയെ എടുത്തുകൊണ്ട് പോകുന്നത് ആരോ ഷൂട്ട് ചെയ്ത് വീഡിയോ ആക്കി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അറിയാവുന്ന വ്യക്തികൾക്ക് മാത്രമേ അത് വംശിയാണെന്ന് മനസ്സിലാവുകയുള്ളായിരുന്നുവെങ്കിലും സിദ്ധിയുടെ മുഖം വ്യക്തമാണ്. ഞാൻ പറഞ്ഞല്ലോ സർ, ആ കുട്ടി എന്റെ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ഇന്നലെ ഒരു ഓഫീസ് കാര്യമായി ഹൈദരാബാദിൽ എത്തേണ്ടയാൾ അവിടെ ചെന്നില്ലെന്നുള്ള റിപ്പോർട്ട് കിട്ടി അന്വേഷിക്കാൻ വന്നതാണ് ഞാൻ. പക്ഷേ ഇതിപ്പോ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് കുട്ടി അവൾക്ക് വേണ്ടപ്പെട്ട ആളുടെ കൂടെയാണ് പോയിരിക്കുന്നതെന്ന്. അത് പറയുമ്പോൾ ഹരിയുടെ നോട്ടം ഉത്തരയിലായിരുന്നു. ഓക്കെ, നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാം. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ ഈ കുട്ടി ഇയാളുമായി ഈ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാവണം. അതല്ല എങ്കിൽ സാറിന് ഹയർ ഒഫീഷ്യൽസിനെ കൊണ്ട് വിളിച്ചു പറയിപ്പിച്ചാലും ഞാൻ ഈ കേസുമായി മുന്നോട്ട് പോകും. ഓക്കെ? നിബന്ധന പോലെ മുന്നിലേക്ക് വെച്ചുകൊണ്ട് ഓഫീസർ നോക്കിയതും ഹരി അംഗീകരിച്ചുകൊണ്ട് തലയാട്ടി. അയാളൊന്നും മൂളിയതും ഹരി ഉത്തരമായി പുറത്തിറങ്ങി. എന്തൊക്കെയാണ് ഉത്തര ഈ കാണുന്നത്? പുറത്തേക്ക് ഇറങ്ങിയതും ഹരിക്ക് ദേഷ്യം സഹിക്കുന്നുണ്ടായിരുന്നില്ല. സിദ്ധിയെ കൊണ്ടുപോയിരിക്കുന്നത് അവളുടെ വിച്ചേട്ടനാണ് സർ. അതുകൊണ്ട് അയാളിൽ നിന്ന് രക്ഷപ്പെടാനല്ലേ നിങ്ങൾ ഇത്രയും റിസ്ക് ഒക്കെ എടുത്ത് ഈ നാട്ടിൽ നിന്ന് തന്നെ പോകാൻ തീരുമാനിച്ചത്? എന്നിട്ടിപ്പോ അയാളുടെ കയ്യിൽ പോയി പെട്ടിട്ട് അവിടുന്ന് അയാളെ രക്ഷപ്പെടുത്താൻ പോലീസ് വേണ്ടെന്ന്. എനിക്ക് സത്യമായിട്ട് മനസ്സിലാവുന്നില്ല നിങ്ങളുടെയൊക്കെ തലമണ്ടയിൽ എന്താ നടക്കുന്നതെന്ന്. ഉഫ്! ദേഷ്യം കൊണ്ട് അദ്ദേഹം കാറിൽ നിന്ന് അത്രയും ഒച്ചയെടുക്കുമ്പോഴും ഉത്തര ദയനീയമായി അയാളെ നോക്കിയതല്ലാതെ മറുപടി നൽകിയില്ല. എന്നെ ഇങ്ങനെ നോക്കണ്ട, എനിക്ക് കൃത്യമായ ഒരു മറുപടി നീ തന്നേ പറ്റൂ. ഹരി ശരിക്കും ദേഷ്യത്തിലായിരുന്നു. സർ പറഞ്ഞതൊക്കെ ശരിയാണ്. വിച്ചേളിൽ നിന്നും രക്ഷപ്പെടാനാണ് ഈ പ്രയാസമൊക്കെ കാണിച്ചു കൂട്ടിയത്. പക്ഷെ എന്നിട്ടും ദൈവം അദ്ദേഹത്തിന്റെ കൂടെ ആയിരുന്നില്ലേ? അവസാനം അവൾ അയാളുടെ മുന്നിൽ തന്നെ പോയി പെട്ടില്ലേ? ഇനി ഇപ്പോൾ സാക്ഷാൽ ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും അയാളുടെ കയ്യിൽ നിന്നും അവളെ രക്ഷിക്കാൻ പറ്റില്ല. അതറിയാമായിരുന്നെങ്കിൽ പോലീസിന്റെ സഹായം കൂടി ഉണ്ടാവുന്നതായിരുന്നില്ലേ നല്ലത്? സാറിന് തോന്നുന്നുണ്ടോ ഇത്രയുമൊക്കെ കേട്ടിട്ടും പോലീസ് അദ്ദേഹത്തെ ഭയപ്പെടുമെന്ന്? അയാളുടെ അടുക്കൽ നിന്നും കാലിന് പോലും അവളെ രക്ഷിക്കാൻ പറ്റില്ല. പിന്നല്ലേ നമ്മളും പോലീസും. എന്തായാലും പോലീസിന്റെ കയ്യിൽ നിന്നും അഡ്രസ്സ് കിട്ടിയല്ലോ, നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം. അവസാനമായി ഒരിക്കൽ കൂടി അവളെ രക്ഷിക്കാൻ ഒരു ശ്രമം. ഹരി അവളെ നോക്കി. സത്യം പറഞ്ഞാൽ ജീവിതകാലം മുഴുവനും അവൾ വിച്ചേന്റെ കൂടെ തന്നെ ഉണ്ടാകണമെന്നാണ് എന്റെ ആഗ്രഹം. ആ പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത പോലെ ഹരി മുഖം തിരിച്ചു. പക്ഷേ അവൾ സമ്മതിക്കില്ല. ഒരു പക്ഷെ ഈ പ്രഗ്നൻസി ഇല്ലായിരുന്നെങ്കിൽ അവൾ ചിലപ്പോൾ സമ്മതിച്ചേനെ. ഇനിയിപ്പോൾ ഈ ഒരു അവസ്ഥയിൽ അവൾ ഒരിക്കലും സമ്മതിക്കില്ല. എന്തായാലും ഈ ഒരു തവണ കൂടി എനിക്ക് സാറിന്റെ സഹായം വേണം. ഹരിയുടെ കണ്ണുകൾ ചുരുങ്ങി, നെറ്റിയിൽ ചുളിവുകൾ വീണു. പ്രതീക്ഷയ്ക്കൊന്നും വകയില്ലെന്ന് എനിക്കറിയാം സർ. എന്നാലും അവളുടെ ആഗ്രഹപ്രകാരം ഒക്കെ അറിഞ്ഞു വെച്ചിട്ടും ഞാൻ അവളെ സഹായിച്ചില്ലല്ലോ എന്നൊരു തോന്നൽ അവൾക്കും എനിക്കും ഉണ്ടാകരുതല്ലോ. അതുകൊണ്ടുമാണ് മാത്രമാണ് ഈ പോക്ക്. അറിയാം ഞാൻ സാറിനെ ഇതിലോട്ടൊക്കെ പിടിച്ചിട്ട് ബുദ്ധിമുട്ടിക്കുകയാണെന്ന്. പക്ഷെ ഇപ്പോഴെന്തെങ്കിലും അവൾക്ക് ചെയ്യാൻ വേണ്ടി കഴിയുക സാറിന് മാത്രമാണ്. അതുകൊണ്ട് ഞാൻ ഈ പോലീസും കച്ചേരിയും ഒന്നും വേണ്ടെന്ന് പറഞ്ഞത്. ഉത്തര എന്തൊക്കെയോ മനസ്സിൽ വെച്ചാണ് സംസാരിക്കുന്നതെന്ന് അവന് മനസ്സിലായി. അതെന്തു തന്നെയായാലും വംശിയുടെ അടുക്കൽ നിന്നും അവളെ വേർപിരിക്കുന്നതിനെ പറ്റി തന്നെയാണ്. അങ്ങനെ അവരെ വേർപിരിക്കുകയാണെങ്കിൽ അതുവരെ കാലുഷ്യം മാത്രം നിറഞ്ഞു നിന്നിരുന്ന മുഖത്ത് ചെറിയൊരു പ്രതീക്ഷയുടെ മിന്നൽവെട്ടം തെളിഞ്ഞു. മറ്റാരുടെയോ പ്രഗ്നൻസി വംശിയുടെ തലയ്ക്ക് വെച്ച് കെട്ടാനല്ല സിദ്ധിക്ക് സങ്കടമുള്ളൂ. അത് വേണ്ട, കെട്ടണ്ട. പക്ഷേ മനസ്സോടെ അവളെയും ഈ ഗർഭത്തെയും ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണെങ്കിലോ? അതിനി ബുദ്ധിമുട്ട് വരില്ലല്ലോ. അതിപ്പോൾ സിദ്ധിക്കാണെങ്കിലും കൂട്ടുകാരിയായ ഉത്തരയ്ക്കാണെങ്കിലും. അങ്ങനെ ഒരു ആലോചന മനസ്സിലേക്ക് വന്നതും ഹരിയുടെ മുഖം തെളിഞ്ഞു. കയ്യിലിരുന്ന അഡ്രസ് മാപ്പ് എടുത്തു വെച്ച് നോക്കി അവൻ വണ്ടി മുന്നിലേക്കെടുത്തു. പാർത്ഥ, പാർത്ഥ, നിന്നോട് ഞാൻ പറഞ്ഞില്ലടാ എന്തോ വലുത് സംഭവിക്കുവാണെന്ന്. എന്നിട്ട് നീ വിശ്വസിച്ചോ? ഇല്ലല്ലോ. നോക്ക്,
ഇതിലേക്ക് നോക്കടാ. പാർത്ഥന്റെ മുന്നിലേക്ക് ഫോൺ തിരിച്ചു വെച്ച് അഗ്നി അലറിയതും മുന്നിൽ കണ്ട കാഴ്ചയിൽ പാർത്ഥൻ ഞെട്ടിപ്പോയി. ദേഷ്യം പിടിച്ച് റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴാണ് വംശിക്ക് ജെയിംസിന്റെ കോൾ വരുന്നത്. ആദ്യം അതെടുക്കാൻ തോന്നിയില്ലെങ്കിലും വരുന്നത് ജെയിംസിന്റെ കോൾ ആയതുകൊണ്ട് അവൻ അത് അറ്റൻഡ് ചെയ്തു. യെസ് സർ, ഒരു വീഡിയോ വൈറലാകുന്നുണ്ട്. ജെയിംസിന്റെ പറച്ചിൽ കേട്ടതും അവൻ ആദ്യം പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. പക്ഷെ പറയുന്ന ആള് ജെയിംസ് ആണല്ലോ എന്നോർത്ത് അവന്റെ കണ്ണുകളൊന്ന് കൂർത്തു. സാറിന്റെയും മാഡത്തിന്റെയാണ്. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. തന്റെയും ധാത്രിയുടെയും വീഡിയോയോ? അവൻ കോൾ ഡിസ്കണക്ട് ചെയ്യാതെ തന്നെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് നോക്കി. തന്റെ പ്രകടനമാണ് അതിൽ കാണുന്നതെന്ന് കണ്ടതും അവന്റെ കണ്ണു തള്ളിപ്പോയി. ഇങ്ങനെയൊന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഹലോ സർ. ജെയിംസ്. സർ, വീഡിയോ അത്യാവശ്യം വൈറലായിട്ടുണ്ട്. ഞാനിത് കാണുമ്പോഴേക്കും സംഭവം സ്പ്രെഡായി കഴിഞ്ഞിരുന്നു. എന്തായാലും ഞാനൊരു സോഴ്സ് ഉപയോഗിച്ച് ഈ വീഡിയോ ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സാറും സാറിന്റെ പവർ ഉപയോഗിച്ചാലേ കംപ്ലീറ്റ് ആയിട്ട് എന്തെങ്കിലും നടക്കൂ. ധാത്രിയെ കിട്ടിയെന്ന് ജെയിംസിനെ ഇൻഫോം ചെയ്യുമ്പോൾ തന്നെ അവളുടെ ബാക്കി കാര്യങ്ങൾ തീർക്കാൻ അയാളെ ഏൽപ്പിച്ചിരുന്നു. എന്തൊക്കെയോ ലീഡ് ജെയിംസിന് കിട്ടിയെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയതിനു ശേഷം മാത്രം തനിക്കറിഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ് പാതി വിവരങ്ങളെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ് വംശി ഇപ്പോഴും. സിദ്ധിയെപ്പറ്റി താൻ അറിയുമ്പോൾ അതെല്ലാം സത്യമായിരിക്കണം, ആധികാരികമായിരിക്കണമെന്ന് വല്ലാത്തൊരു വാശിയുണ്ടായിരുന്നു അവന്. കാരണം താൻ ഓരോന്നായി അവളോട് എണ്ണമിട്ട് ചോദിക്കുമ്പോൾ അവൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന പഴുതുകളൊന്നും അതിലുണ്ടാകരുത്. അവൾക്ക് മാത്രമല്ല, തന്നെ ചതിച്ച ആർക്കും. സർ. ജെയിംസിന്റെ വിളി കേൾക്കെ അവനൊന്ന് മൂളി. ജെയിംസ് തന്റെ വഴി നോക്കിക്കോളൂ, ബാക്കി എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. ആ ഫോൺ വെച്ചിട്ടവൻ ആരെയൊക്കെ വിളിച്ചു. ആ നേരത്തവന്റെ ചിന്ത ഈ വീഡിയോ ആരൊക്കെ കണ്ടു എന്നതിലുപരി ആരെ ഒളിച്ചാണ് ഇതൊക്കെ താൻ ചെയ്തത്, അവർ രണ്ടുപേരും കണ്ടുപോയി കാണുമോ എന്ന് മാത്രമായിരുന്നു. വല്ലാത്തൊരു ദേഷ്യത്തോടെ കയ്യിൽ കിട്ടിയതെന്തോ കട്ടിലിന് മുകളിലേക്ക് വലിച്ചെറിഞ്ഞ് ഇടുപ്പിൽ കൈ കൊടുത്ത് സ്ട്രെച്ച് ചെയ്ത് പിന്നിലേക്കൊന്ന് ആഞ്ഞു അവൻ. മുന്നിലേക്ക് നിവർന്നു വരുന്നവന്റെ കണ്ണുകൾ നേരെ ലാപ്പിലേക്കാണ് പോയത്. ഉറങ്ങി എഴുന്നേറ്റവൾ ബാത്റൂമിലേക്ക് കയറിപ്പോയിട്ട് ഇപ്പോൾ നേരെ ഒരുപാടായി. അവൻ വാച്ചിലേക്ക് ഒന്നും കൂടി നോക്കി. പിന്നെയും കുറച്ചുനേരം കഴിഞ്ഞിട്ടും അവൾ ഇറങ്ങി വരുന്നില്ലെന്ന് കണ്ട് വംശി സ്വന്തം മുറി തുറന്ന് അവളുടെ മുറിയിലേക്ക് പോയി. അകത്തേക്ക് ചെന്ന് ബാത്റൂമിന് മുന്നിലെത്തി 2-3 തവണ വാതിൽ കൊട്ടിയെങ്കിലും അകത്ത് അനക്കമൊന്നും കേട്ടില്ല. അവനെന്തോ വല്ലാത്ത വെപ്രാളം തോന്നി. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം എൻ്റെ പുതിയ ചാനലായ ഷോർട്ട് സ്റ്റോറീസ് ഓഫ് നന്ദു എച്ച് കൃഷ്ണവേടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നന്ദി.